ഇന്ത്യൻ പൗരന്മാരായ യുവാക്കളെ ഇറാനിൽ തട്ടിക്കൊണ്ടുപോയതിനു പിന്നിൽ പാകിസ്ഥാൻ ചാരസംഘടനയാണോ? ഇതിൽ പാകിസ്ഥാന്റെ പങ്ക് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. എന്നാൽ തട്ടിക്കൊണ്ടുപോയ യുവാക്കളുടെ മേൽ അവർ തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാരന്മാരാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമം നടത്തുന്നത്. അതായത് ഈ 3 പേരും പാകിസ്ഥാനിൽ ചാരപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്ന് തെളിയിക്കാനാണ് ISI ശ്രമിക്കുന്നതെന്നാണ് ഇന്ത്യൻ ഏജൻസികളുടെ വിലയിരുത്തൽ. അതേസമയം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നിന്നടക്കം 10 പേരെയായിരുന്നു പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിരപരാധികളായ യുവാക്കളെ ഉന്നം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ ഈ ഒരു പരിപാടി ഒപ്പിക്കുന്നതും. കഴിഞ്ഞ ദിവസമാണ് പഞ്ചാബ് സ്വദേശികളായ 3 യുവാക്കളെ കാണാനില്ല എന്ന വാർത്തകൾ പുറത്തുവരുന്നത്. കാണാതായ വ്യക്തികളുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് പരാതി നൽകിയതും എംബസിയെ കാര്യങ്ങൾ അറിയിക്കുന്നതും. പഞ്ചാബ് സ്വദേശികളായ യുവാക്കളെയാണ് ഇറാനിൽ വെച്ച് കാണാതായത്. 1 കോടി രൂപയാണ് മോചനവൃത്തം ആവശ്യപ്പെട്ടതായും കുടുംബം വെളിപ്പെടുത്തിയത്. അതുപോലെ തന്നെ സംകൂർ സ്വദേശിയായ ഹുഷ്പ്രീത് സിംഗ്, അതുപോലെ SBS നഗർ സ്വദേശിയായ ജംപാൽ സിംഗ്, ഹോഷിയാൽപൂരിൽ നിന്നുള്ള അമൃത്പാൽ സിംഗ് എന്നിവരെയാണ് കാണാതായത്. മെയ് 1-നാണ് ഇവർ ടെഹ്റാനിൽ വിമാനമിറങ്ങുന്നതും. പഞ്ചാബിലെ ഏജന്റാണ് ദുബായ് വഴി ഇവരെ ഇറാനിൽ എത്തിക്കുന്നത്. ടെഹ്റാനിൽ കുറച്ച് ദിവസം താമസിച്ച ശേഷം ഓസ്ട്രേലിയയിലേക്ക് കടക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ടെഹ്റാനിൽ വന്നിറങ്ങിയ ഉടൻ തന്നെ യുവാക്കളെ തട്ടിക്കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. യുവാക്കളുടെ വീഡിയോ തട്ടിക്കൊണ്ടുപോയവർ തന്നെ അയച്ചു നൽകിയതായും കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. മഞ്ഞ നിറത്തിലുള്ള കയറുകൊണ്ടാണ് കെട്ടിയിരിക്കുന്നതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരീരത്തിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട്. എന്നാൽ മെയ് 11-ന് ശേഷം യാതൊരു വിവരവുമില്ല എന്നതാണ് ബന്ധുക്കൾ നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നതും. ഇവരെ ഇറാനിലേക്ക് അയച്ച ഹോഷിയാൽപൂർ സ്വദേശിയായ ഏജന്റിനെയും കാണാനില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. വിഷയത്തെ ഗൗരവത്തോടെ തന്നെ സമീപിച്ചിട്ടുണ്ട് എന്നും കാണാതായവരെ കണ്ടെത്തുവാനും സുരക്ഷ ഉറപ്പാക്കുവാനും ടെഹ്റാനോട് ആവശ്യപ്പെടുകയും ചെയ്തതായും എംബസി അധികൃതർ അറിയിച്ചു. മെയ് 1-ന് ഇറാനിൽ എത്തിയ ശേഷമാണ് ഇവരെ കാണാതാകുന്നത്. ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ് 3 പേരെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാനിലേക്ക് പോയ 3 പേർ ഇന്ത്യൻ പൗരന്മാരുടെ കുടുംബാംഗങ്ങൾ തങ്ങളുടെ ബന്ധുക്കളെ കാണാനില്ല എന്ന് ഇന്ത്യൻ എംബസിയെ അറിയിക്കുകയായിരുന്നു. ഈ വിഷയം ഇറാനിൽ അധികാരികളുമായി ശക്തമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും കാണാതായ ഇന്ത്യക്കാരെ അടിയന്തരമായി തന്നെ കണ്ടെത്തണമെന്നും അവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അഭ്യർത്ഥിച്ചതായും എംബസി അറിയിച്ചു. ഇവരെ കണ്ടെത്താനായി എംബസി നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് കുടുംബാംഗങ്ങളുമായി ബന്ധം പുലർത്തുന്നുണ്ട് എന്നും എംബസി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പഞ്ചാബിൽ നിന്ന് ഇറാനിലെത്തിയവരാണ് കാണാതായിരിക്കുന്നത്. മെയ് 1-ന് ടെഹ്റാനിൽ വന്നിറങ്ങിയ ശേഷം കാണാതായതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അനധികൃത മാർഗങ്ങളിലൂടെ തന്നെ ഓസ്ട്രേലിയയിലേക്ക് അയക്കാമെന്ന് ഒരു ഏജന്റ് വാഗ്ദാനം ചെയ്തതിനാലാണ് ഇറാനിലേക്ക് പോയതെന്നും കാണാതായവരുടെ കുടുംബാംഗങ്ങൾ അറിയിച്ചത്. മെയ് 1-ന് അവരെ തട്ടിക്കൊണ്ടുപോയതായി കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നുണ്ട്. 1 കോടി രൂപയാണ് ഇവരെ മോചിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിട്ടു നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി. അതേസമയം മനുഷ്യക്കടത്ത് ഇല്ലാതാക്കുന്നതിനും നിയമങ്ങളും നിയന്ത്രണങ്ങളും തൊഴിലുടമകൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിനും പ്രത്യേക പരിശോധനാ സംഘത്തിന് രൂപം നൽകുന്നതായി കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പ്രവാസി തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുന്നതിനും തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിനുമാണ് നടപടിയെന്നായിരുന്നു വ്യക്തമാക്കിയതും. ഇതിന്റെ ഭാഗമായി തന്നെ സർക്കാർ സ്വകാര്യ കമ്പനികളിലും നിർമ്മാണ കേന്ദ്രങ്ങളിലും തൊഴിലാളി ക്യാമ്പുകളിലും പരിശോധന നടത്തി. അതുപോലെ ഇതിൽ 10,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ പ്രവാസി തൊഴിലാളികൾക്കായി തന്നെ പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് വേണ്ടി പ്രത്യേക അഭയകേന്ദ്രം ഉടൻ തന്നെ തുറക്കും. തൊഴിലാളികളോട് ചൂഷണം അവസാനിപ്പിക്കുന്നതിനും മനുഷ്യക്കടത്ത്, വിസ കച്ചവടം തുടങ്ങിയ വിവിധ കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്നവരെയും താൽക്കാലികമായി തന്നെ പാർപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഈ അഭയകേന്ദ്രം ഒരുക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.